സൗദിയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ എത്തിക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന് റിയാദിൽ തുടക്കമായി. ഇന്ന് ലോകത്തെ ബിസിനസ് പ്രമുഖർ റിയാദിൽ ഒത്തുചേർന്നു. 8,000-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന 3 ദിന സമ്മേളനത്തിന് നാളെയാണ് തുടക്കമാവുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരുൾപ്പെടെ 20-ലേറെ രാഷ്ട്ര നേതാക്കളും സംബന്ധിക്കും. പലസ്തീൻ പ്രധാനമന്ത്രിയും സിറിയൻ പ്രസിഡന്റും പങ്കെടുക്കുന്ന ഉച്ചകോടിയിലെ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാകും. ഇന്ത്യൻ വ്യവസായികളും ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. സൗദിയുടെ സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾക്ക് പരിഹാരവും തേടും. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഈ സമ്മിറ്റിന്റെ വിവരങ്ങൾ. സൗദി അറേബ്യയുടെ പ്രീമിയം ബിസിനസ് കോൺക്ലേവ് അല്ലെങ്കിൽ കോൺഫറൻസ് ആണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന് അറിയപ്പെടുന്നത്. FII എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇതുവഴിയാണ് സൗദി അറേബ്യ അവരുടെ ഏറ്റവും സുപ്രധാനമായ അവരുടെ സ്വപ്ന പദ്ധതികളെല്ലാം ലോകത്തിന് മുമ്പുള്ള ഓരോ സീസണിലും അവതരിപ്പിച്ചത്. ഇതിലൂടെയാണ് കൂടുതൽ നിക്ഷേപകരും ഒപ്പം തന്നെ വ്യവസായികളും ഈ പദ്ധതികളിലേക്കായി സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്നതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി വ്യവസായ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആഗോള കമ്പനികൾ 600-ലേറെ കമ്പനികൾ സൗദി അറേബ്യയിലേക്ക് ഇതിന്റെ ഭാഗമായെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ FII സീസണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സൗദി അറേബ്യ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്നും ഏതെല്ലാം തരത്തിൽ അവർക്ക് മോചനം ലഭിക്കുമെന്നത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ഒരു സമ്മേളനമായിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മേഖലയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളൊപ്പം തന്നെ കുത്തനെ ഇടിയുന്ന എണ്ണവില എന്നതെല്ലാം സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എണ്ണ ഇതര വഴികളിലൂടെ സൗദി അറേബ്യ കൂടുതൽ വരുമാനം കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സൗദി അറേബ്യയുടെ ബജറ്റിലേക്കുള്ള വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട 68% വരുന്ന പങ്ക് എണ്ണയിൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എണ്ണയിൽ വരുന്ന ചാഞ്ചാട്ടം അത് സൗദിയുടെ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണ ഇതര മേഖലയിൽ ഏതെല്ലാം നിക്ഷേപ സാധ്യതകൾ ഒരുക്കാമെന്നുള്ളതാണ് സൗദി അറേബ്യ നോക്കുന്നത്. അതിലേക്കുള്ള ഒരു വഴിയൊരുക്കൽ കൂടിയായിരിക്കും ഇത്തവണത്തെയും FIIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ FII 4 ദിവസമാണ് നടക്കുന്നത്. ഇന്ന് അതിന്റെ ബിസിനസ് കോൺക്ലേവുകൾ എന്ന് വെച്ചാൽ ബിസിനസ് പ്രമുഖരുമായുള്ള സംഗമങ്ങളും ഒറ്റതിരിഞ്ഞുള്ള കൂടിക്കാഴ്ചകളും എല്ലാം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഒരു മഹാസമ്മേളനത്തിന്റെ രൂപത്തിലേക്ക് അത് മാറും. ക്ഷണിക്കപ്പെട്ട 8,000-ഓളം പ്രതിനിധികളായിരിക്കും നാളെ മുതൽ 3 ദിനം നീളുന്ന ഈ കോൺഫറൻസിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വ്യവസായ പ്രമുഖർ ഇതിനായി സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രിമാരും ഇതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം. നാളെ ഒരുപക്ഷെ അതിനൊരു അന്തിമ ചിത്രം തെളിയുകയും ചെയ്യും. ഇന്ത്യയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവസായ വാണിജ്യ കരാറുകളുടെ ഒപ്പുവെക്കലും ഈ ഉച്ചകോടിയിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്യും. ആ നിലക്കെല്ലാം ഒരു സാമ്പത്തികമായ ഒരു പശ്ചാത്തലം ഈ കോൺഫറൻസിനുണ്ട്. അതേസമയം തന്നെ 20-ലേറെ ലോക രാഷ്ട്ര നേതാക്കൾ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഭൂരിഭാഗവും ഇത്തവണ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഏഷ്യൻ മാധ്യമങ്ങൾ ഇത്തവണ കൂടുതലായുണ്ട്. ഏഷ്യൻ പ്രതിനിധികളും ഇത്തവണ കൂടുതലായുണ്ട്. അതാണ് ഇത്തവണത്തെ FIIയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഇതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാർ, അതിൽ പ്രത്യേകം ഗസയുൾപ്പെടെ സജീവമായ ചർച്ചയായി വീണ്ടും അവരുടെ പുനരധിവാസമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫലസ്തീന്റെ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ നേരത്തെ സൗദിയുടെ മധ്യസ്ഥതയിൽ സിറിയയും US-ഉം തമ്മിലുള്ള പ്രത്യേക കരാറിലേക്ക് എത്തുകയും സിറിയക്ക് കൂടുതൽ സഹായങ്ങൾ സൗദി അറേബ്യ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സിറിയൻ പ്രസിഡന്റും എല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ലോക വിഷയങ്ങളിലേക്ക്, ലോക രാഷ്ട്രീയത്തിലേക്ക്, നിക്ഷേപ സാധ്യതകളിലേക്കെല്ലാം വഴി തുറക്കുന്നതായിരിക്കും ഈ FII എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്. ഇതിന്റെ 4ാം തവണയും 4ാമത്തെ എഡിഷനിലും മീഡിയ വൺ തുടർച്ചയായി മാധ്യമ പങ്കാളിയാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ്. ഇത് 9ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇത്തവണ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൗദി കിരീടാവകാശിയും മന്ത്രിമാരും എല്ലാം തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള പ്രത്യേകത കൂടി ഈ ഉച്ചകോടിക്കുണ്ട്. ആ തരത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നിക്ഷേപകരുടെ മഹാസംഗമത്തിലേക്ക് റിയാദ് കാത്തിരിക്കുകയാണ്. മാത്രവുമല്ല, നാളെ തുടക്കമാവുന്നത്. അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.